ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി വികാസവാണി എന്ന ജംഗ്ഷനിൽ നിന്നും വെറും 1.5 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു വില്ലയിലാണ് ഇന്ന് നമ്മളുള്ളത്. ഒരേ സെയിം കോമ്പൗണ്ടിൽ തന്നെ 3 വീടുകളായിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 5 മീറ്ററിലധികം വീതിയുള്ള ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ പ്രൊജക്റ്റ് വരുന്നത്. 4 സെന്റിലുള്ള 3 ബെഡ്റൂം വീടും 3.5 സെന്റിലുള്ള 3 ബെഡ്റൂം വീടും 5 സെന്റിലുള്ള 4 ബെഡ്റൂം വീടുകളുമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 3 വില്ലകളിൽ ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഒരു വില്ല തന്നെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. 3 നല്ലൊരു കണ്ടംപററി ബോക്സി ടൈപ്പ് എലവേഷൻ തന്നെയാണ് വീടിന് നൽകിയിരിക്കുന്നത്. മെയിൻ എൻട്രൻസിലുള്ള ഒരു ഗേറ്റ് കൂടാതെ വീടിന് ചുറ്റുമതിലുകളോ മറ്റ് ഗേറ്റുകളുമോ ഇവിടെ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ 1-2 വണ്ടികളൊക്കെ എക്സ്ട്രാ പാർക്ക് ചെയ്യുന്നതിനും ഇവിടെ യാതൊരു തടസ്സവുമില്ല. ഈ വീട്ടിലെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളം തന്നെയാണ്. കൂടാതെ KWA വാട്ടർ കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ്. ഒരു കവേർഡ് കാർ പാർക്കിംഗ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ടൈലുകളിട്ട് ബോർഡറിൽ ഗ്രാനൈറ്റ് നൽകിക്കൊണ്ടാണ് ഇവിടെ സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി വീടിൻ്റെ അകത്തേക്കൊന്ന് കടന്നുചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ പ്രവേശിക്കുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്ക് തന്നെയാണ്. ഏകദേശം 10 അടിയോളം നീളത്തിലുള്ള ഒരു അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ലിവിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. മൾട്ടിവുഡിൽ തീർത്ത നല്ലൊരു TV യൂണിറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ വലിയൊരു വെന്റിലേഷനും ഇവിടെ നമുക്ക് കാണാം. പ്രൊഫൈലേറ്റൊക്കെ കൊടുത്തുകൊണ്ടുള്ള മനോഹരമായ സീലിംഗ് വർക്ക് തന്നെയാണ് ലിവിംഗ് ഏരിയയിൽ കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഒരു 7 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി ഇടാവുന്നത്ര സ്പേഷ്യസ് ആയിട്ടാണ് ഇവിടെ ഡൈനിങ് ഏരിയ ചെയ്തിരിക്കുന്നത്. വുഡൻ ഫിനിഷ് വരുന്ന ഒരു ടൈൽ ലിവിംഗ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് ചെയ്തിരിക്കുന്നത് കാണാൻ വളരെ മനോഹരമായിട്ടുണ്ട്. വുഡൻ ഷെയ്ഡിലുള്ള നല്ലൊരു സീലിംഗ് വർക്കും ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയിൽ നമുക്ക് കാണാം. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങിമാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ബ്രിക്ക് ഫിനിഷ് വരുന്ന നല്ലൊരു ക്ലാഡിംഗ് ടൈലൊക്കെ ഇവിടെ ബാക്ക്ഗ്രൗണ്ടായി നൽകിക്കൊണ്ടാണ് വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത്. തീർച്ചയായും ജാഗ്വർ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വാഷ് കൗണ്ടറിന് താഴെ നല്ലൊരു സ്റ്റോറേജ് സ്പേസും ഇവിടെ നൽകിയിട്ടുണ്ട്. ഡൈനിങ് ഏരിയയോട് തൊട്ട് ചേർന്ന് ഇവിടെ ഒരു ഓപ്പണിംഗ് നമുക്ക് കാണാം. GA ട്യൂബ് കൊണ്ട് മറിച്ച് സേഫ്റ്റിയാക്കി തന്നെയാണ് ഈ ഏരിയ ചെയ്തിരിക്കുന്നത്. താഴെ മുഴുവനെ തന്നെ സ്റ്റോണുകളിട്ട് മുകൾ ഭാഗം പോളികാർബൺ ഷീറ്റൊക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി ഈ വീടിൻ്റെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. ചെറിയൊരു കൗണ്ടർ ടോപ്പ് കൊടുത്ത് 2 വാം കളറിലുള്ള ഹാങ്ങിങ് ലൈറ്റൊക്കെ നൽകി മനോഹരമാക്കി തന്നെയാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് നൽകിയിരിക്കുന്നത്. ഗ്രേ കളറിലുള്ള ഒരു കബോർഡാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കിച്ചൻ്റെ ഒരു സൈഡിലുള്ള ഭിത്തി മുഴുവനായി തന്നെ ടൈൽസ് ഒട്ടിച്ച് കവർ ചെയ്തിരിക്കുന്നതും നമുക്ക് കാണാം. വുഡൻ ഷെയ്ഡിലുള്ള മാറ്റ് ടൈലുകളാണ് കിച്ചണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് മുതൽ റൂഫ് ടോപ്പ് വരെ എത്തുന്ന രീതിയിൽ വളരെ വലിയൊരു കബോർഡ് വർക്ക് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പുതിയൊരു മോഡലിലുള്ള ഒരു ചിമ്മിണിയും ബിൽഡർ ഇവിടെ കൊടുത്തിരിക്കുന്നതായി നമുക്ക് കാണാം. കിച്ചന് പുറമെ ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ളൊരു പോയിന്റൊക്കെ നൽകിയിരിക്കുന്നതായി നമുക്കിവിടെ കാണാം. കൂടാതെ ഈ ഭാഗം മുഴുവനായി തന്നെ മഴവെള്ളം ഒന്നും ചാടാതെ കവർ ചെയ്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടി നീളവും 12 അടി വീതിയുമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ആവശ്യത്തിന് വെന്റിലേഷനും ഈ ബെഡ്റൂമിന് നൽകിയിട്ടുണ്ട്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നമുക്കിനി റൂമിലെ ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. സിറ ജാഗ്വർ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സുകൾ തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്ന് കയറി ചെല്ലാം. GA ട്യൂബിൽ തീർത്തൊരു ഹാൻഡ് റെയിലാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. സ്റ്റെപ്പുകൾ മുഴുവനായി ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർവേ കയറി നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീട്ടിലെ അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്. സാമാന്യം വലിപ്പമുള്ളൊരു അപ്പർ ലിവിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ചെറിയൊരു സീലിംഗ് വർക്കും ഇവിടെ നമുക്ക് കാണാം. നമുക്കിനി ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ 12 അടി നീളവും 12 അടി വീതിയുമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്.
3 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. നമ്മളിനി കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 3ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 9.5 അടി വീതിയും 12 അടി നീളവുമാണ് ഈ ബെഡ്റൂമിലുള്ളത്. വളരെ ചെറിയൊരു സീലിംഗ് വർക്കും ഈ റൂമിൽ നമുക്ക് കാണാം. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ബെഡ്റൂമിനിവിടെ ഒരു ബാൽക്കണി കൊടുത്തിരിക്കുന്നതായി നമുക്കിവിടെ കാണാം. അല്പം വീതി കുറച്ച് നീളം കൂടുതലുള്ളൊരു ബാൽക്കണിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. GI ട്യൂബുകൾ കൊണ്ടുള്ള ഒരു ഹാൻഡ് റെയിലും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കൊന്ന് കടന്നു ചെല്ലാം. 8 അടിയിലധികം നീളത്തിലുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. GI ട്യൂബിൽ തീർത്തൊരു ഹാൻഡ് റെയിലും ഇവിടെ നമുക്ക് കാണാം. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി വീടിന്റെ വിലയൊന്ന് നോക്കാം. 3.5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1800 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 82 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വെറും 4 കിലോമീറ്റർ മാത്രം ദൂരമാണുള്ളത്. ഈ വീടിനാവശ്യമായ എല്ലാവിധ ലോൺ സംവിധാനങ്ങളും ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.